പ്രണയമാണ്. സംഗീതം പ്രത്യേകിച്ച് സംഗീതം എന്നുള്ളത് എനിക്ക് പാഷനായിരുന്നു. അതിന് ഏറ്റവും ഭാഗ്യം കിട്ടിയത് ഇതേപോലെ പാഷനായിട്ടുള്ള ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു, വോയിസ് ഓഫ് തൃശ്ശൂര്. അതിലോട്ട് എത്തപ്പെടുന്നത് എങ്ങനെയാ? അത് സെമിനാരിയിൽ ഞാൻ പഠിച്ച് ആ സമയത്ത് ഞാൻ സെമിനാരിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ വയലിനുണ്ട്. ഞാൻ ഈ വെക്കേഷനിൽ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ റോട്ടിൽ കൂടെ ഇറങ്ങി ഇങ്ങനെ വയലിനും പിടിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ ലൂർദ് പള്ളിയുടെ മുമ്പിലുള്ള ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, മിഷൻ ആസ്പത്രിയുടെ അവിടെ നിന്ന് ബസ് കയറും. അവിടെ നിന്ന് ബസ് കയറിയിട്ട് ടൗണിൽ പോയിട്ട് ടൗണിൽ നിന്ന് ഒല്ലൂർക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പം അതിന് ആ നടത്തത്തിനിടയ്ക്ക് ഒരു 1/2 കിലോമീറ്റർ ഉണ്ട്. ആ നടത്തത്തിനിടയ്ക്ക് അന്ന് വോയിസ് ഓഫ് തൃശ്ശൂർ എന്നൊരു ക്ലബ്ബ് അതിനു മുമ്പ് 2-3 കൊല്ലം മുമ്പേ സ്ഥാപിതമായിട്ടുണ്ട്. അപ്പോൾ ഒരു അമച്വേഴ്സ് ക്ലബ്ബാണ്. ആ ക്ലബിലേക്ക് ആറ്റ്ലി എന്ന് പറഞ്ഞ ഒരു ഗിറ്റാറിസ്റ്റ് റോഡിലൂടെ ഒരു മാൻലിനും പിടിച്ചിട്ട് സൈക്കിളിൽ ഇങ്ങനെ ചവിട്ടി വരുമ്പോൾ വളരെ വിരളമായിട്ട് അന്ന് വയലിനൊക്കെ കൈപ്പിടിച്ച ആൾക്കാർ റോഡിൽ കൂടെ നടന്നു പോകുന്നു. അങ്ങനെ ഇന്നത്തെ പോലെ എന്തെന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും ഗിറ്റാറും വയലിനും എല്ലാം ഉണ്ട്. അന്നില്ല. ഞാൻ വയലിന് കൈപ്പിടിച്ച് പോകുന്നു, വെള്ളയും വെള്ള ഡ്രസ്സ്, സെമിനാരിയിൽ നിന്ന് പോകുന്നതാണ്. അപ്പം അദ്ദേഹം എന്നെ കണ്ടിട്ട് അവിടെ നിർത്തി. നീ എവിടേക്കാ? ഞാൻ പറഞ്ഞു വീട്ടിലേക്ക്. ഇന്ന് വയലിനുണ്ടല്ലോ. അതെ വയലിനുണ്ട്. വയലിൻ വായിക്കുമോ? വായിക്കും. ഒരു കാര്യം ചെയ്യ്, വണ്ടിയിൽ കയറി, ഞാൻ നമ്മുടെ ക്ലബ്ബിൽ കയറ്റാം, ക്ലബ്ബിൽ കയറിയിട്ട് പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അന്നാണ് ആ ആദ്യ സ്റ്റെപ്പ്